അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണെങ്കിലും നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ അതേപോലെ കൊക്കോ പൗഡറോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്നൊരു കപ്പ് കേക്കാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിലേക്കൊരു 2 നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. ഒരു പ്രാവശ്യം മാത്രം തരിച്ചെടുത്താൽ മതി, കാരണം നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറും അതേപോലെ ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിതിവിടെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/4 കപ്പ് പൊടിക്ക് ഒരു മുട്ട യൂസ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 4 അല്ലെങ്കിൽ 5 കപ്പ് കേക്ക് വരെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ നമുക്ക് കൂടുതൽ അളവിൽ കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സി യൂസ് ചെയ്യാം. മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 2 or 3 മുട്ട വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈദപ്പൊടിയുടെ ക്വാണ്ടിറ്റിയൊക്കെ അങ്ങ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മുട്ട അത്യാവശ്യം നന്നായിട്ടൊന്ന് ബീറ്റായി തുടങ്ങുന്ന സമയത്ത്, അതായത് ഇതൊന്ന് പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു യെല്ലോ കളറിൽ നിന്നും മാറി ഒരു വൈറ്റ് കളറിലോട്ട് മാറി വരുന്ന ആ ഒരു സമയം വരെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നത്. ഞാനിവിടെ ഒരു 7 മിനിറ്റ് നന്നായിട്ട് ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കായുടെ പൊടിയോ അതല്ലെങ്കിൽ പട്ട പൊടിച്ചതോ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് മാത്രം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓയിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊക്കോ പൗഡറിന് പകരമായിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡയറി മിൽക്കോ അതല്ലെങ്കിൽ ഗാലക്സിയോ ഏതെങ്കിലും തരം ഡാർക്ക് ചോക്ലേറ്റ് ഇതിലോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ചോക്ലേറ്റ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 2 or 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഒരേ സമയം ചേർത്ത് കൊടുത്താൽ ഈ ഒരു പൊങ്ങി വന്നിട്ടുള്ള ബാറ്റർ പെട്ടെന്ന് തന്നെ അങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റായിട്ടും അതേപോലെ നന്നായിട്ട് പൊങ്ങിയൊന്നും വരില്ല. ഇനി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം വിനിഗർ, അതായത് സുർക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മുടെ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏത് കേക്കിലാണെങ്കിലും ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പേപ്പറിൻ്റെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 എണ്ണം തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ബേക്കായിട്ട് വരുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാനിത് വേറൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പകുതി ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ഇത് ബേക്കായിട്ട് വരുമ്പോൾ പുറത്തോട്ട് പോകും. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പേ ഒരു
നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുപ്പ് തുറന്നിട്ട് ഇതിലോട്ട് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിലോട്ട് പേപ്പറിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസും അതേപോലെ അതിനുള്ളിൽ വീണ്ടും ഒരു 3 കപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇത് കരിഞ്ഞു പോവില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാലും മതി. അതിൻ്റെ മുകളിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്, ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് പുറത്തോട്ടെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ടൈം ഓരോ അടുപ്പിനനുസരിച്ചും പാത്രത്തിൻ്റെ ചൂടിനനുസരിച്ചൊക്കെ ചെറിയ മാറ്റം വരും. അപ്പോൾ നിങ്ങളുടെ ബേക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെയൊക്കെ എക്സ്ട്രാ ചിലപ്പോൾ വെക്കേണ്ടി വരും. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ളൊരു കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ചോക്ലേറ്റിൻ്റെ കളറിനനുസരിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറ്. അപ്പോൾ ഇതൊരു ലൈറ്റ് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്ന അതേ ഒരു കളറൊന്നും നമുക്കൊരിക്കലും ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.